28 വർഷക്കാലമായി ഈ ദേശത്തിന്റെ അഭിമാനമായ അനേകം കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന് ഈ ദേശത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശിരസുയർത്തി നിൽക്കുന്ന സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ അതിന്റെ ചരിത്ര താളുകളിലേക്ക് ഒരു വർഷം കൂടി എഴുതി ചേർക്കപ്പെടുന്ന ധന്യ നിമിഷം. ഈ മനോഹര നിമിഷത്തിന് മാറ്റുകൂട്ടുവാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്കൂൾ അങ്കണം നിങ്ങളുടെ കണ്ണിനെയും മനസ്സിനെയും കുളിരണിയിക്കുന്ന കലാപ്രകടനങ്ങളുമായി നിങ്ങളെ മാടി വിളിക്കുന്ന കുരുന്നു കലാപ്രതിഭകൾ. ഈ ശുഭമുഹൂർത്തത്തിന് പുതുചൈതന്യം പകരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, രക്ഷിതാക്കൾ, കുട്ടികൾ, നല്ലവരായ നാട്ടുകാർ, ഏവർക്കും സുസ്വാഗതം. Happy welcome to all to the gorgeous moment of Utsav 2025. Here comes our graceful singers with prayer song. ജഗദീശ്വര അറിവിൻ കണങ്ങളും അറിവിൻ വനങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനെ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര അറിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനെ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര അറിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനെ. അനുദിനം നിന്നിൽ അടുക്കുന്ന പാദങ്ങൾ നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ തൻ തെറ്റുകളെല്ലാം പൊറുത്തു നീ കാത്തുകൊള്ളിടണേ നീതിമാനെ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര അറിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനെ. അടിയങ്ങൾ കേകണേ തമ്പുരാനെ. അടിയങ്ങൾ കേകണേ തമ്പുരാനെ. Our distinguished chief guests, teachers, parents and all loving ones. ഇന്നത്തെ ആനുവൽ ഡേ സെലിബ്രേഷന് മാറ്റുകൂട്ടുവാനും ഉദ്ഘാടനം നിർവഹിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്റർനാഷണൽ ആം റിസ്ലറും നിരവധി തവണ സ്വർണ്ണ മെഡൽ നേടി ലോക ചാമ്പ്യനുമായ മിസ്റ്റർ ജോബി മാത്യു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു റോൾ മോഡലായി കാണേണ്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. സാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ സാധിച്ചത്, സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചത്, അതിനെക്കുറിച്ച് സാറിൻ്റെ അനുഭവം നേരിട്ട് അറിയാൻ സാധിക്കുന്നത് എന്നെ പോലെ എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്. കേവലം വാക്കുകളിൽ പറഞ്ഞ് ഒതുക്കി തീർക്കേണ്ട ഒന്നല്ല അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ. അദ്ദേഹത്തിന്റെ എല്ലാ പരിമിതികളെയും അവഗണിച്ചുകൊണ്ട് സാർ ഇന്ത്യക്ക് നേടിത്തന്ന നേട്ടങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ജോബി മാത്യു. ബിഗ് ക്ലാപ്പ് ടു അവർ ചീഫ് ഗസ്റ്റ്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Now, I would like to invite His Excellency, our headmistress, for the welcome address. The admiration of Genevieve makes me aspire for excellence in life that creates the harvest of abundance. We take immense pleasure in expressing the valuable presence
of our valiant guest of the day, Mr. Joby Matthew, international sportsperson and world champion. Thank you, sir, for availing yourself in spite of your busy schedule to be with us. As we bow in thanksgiving to the Almighty for His continuous blessings on you, may this bouquet of flowers always keep you fresh and may you continue to spread your fragrance as long as you live. Dear sir, please do accept our floral welcome. We gladly welcome Reverend Father Dr. Jason Ambadan, guest of honor, the vicar of St. Little Flower Church, Puam. He is a man of God who has genuine love for the people who are under his care. We pray he may continue to spread joy and fragrance in the ministry that he does to the people entrusted to his care. Warm welcome, dear Father. We to welcome our Panchayat President, Mrs. Seena, not yet arrived. She is gone for a meeting. So we welcome her on this special day. We to remember and welcome our ward member, Mrs. B. Pathur. We express our gratitude to dear Sister Sandhya, our manager, for her support to the smooth functioning of the school. We welcome you, dear sister. We are pleased to have Mrs. Divya, PTA Vice President, who is rendering a lot of good work. We appreciate your availability and capacities in the process of the school. A warm welcome to you, dear ma'am. On behalf of the management, PTA, staff and students, I feel privileged to welcome our dear parents, priests, sisters from neighboring places, friends and well-wishers to witness the annual day celebration. The celebrities of today are none other than you, dear children. It's surely going to be a memorable evening for each and everyone, as you all witness the items being performed with great zeal and enthusiasm by our budding stars. Once again, hearty welcome goes out to each one of you present here. ഇന്നത്തെ സെലിബ്രേഷന് മുഖ്യ അതിഥിയായി എത്തിയ മിസ്റ്റർ ജോബി മാത്യുവിനെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് അടുത്തതായിട്ട് നാം കടക്കുവാനായിട്ട് പോകുന്നത്. വൈകല്യങ്ങളിൽ ഒരിക്കലും മനസ്സ് പതരാതെ കഠിനാധ്വാനത്തിലൂടെയും ചിട്ടയായ പരിശീലനത്തിലൂടെയും ഒരു ലോക ചാമ്പ്യനായി മാറിയ മിസ്റ്റർ ജോബി മാത്യു നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 28 ലോക മെഡലുകൾ രാജ്യത്തിന് നേടിത്തന്ന സുവർണ ചരിത്രം സൃഷ്ടിച്ച യഥാർത്ഥ ഹീറോ. പഞ്ചഗുസ്തി, ബാഡ്മിന്റൺ, നീന്തൽ, ജാവലിൻ ത്രോ തുടങ്ങി നിരവധി മത്സരങ്ങളിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിനായി സ്കൂൾ മാനേജർ സിസ്റ്റർ സന്ധ്യയെയും മൊമെന്റോ നൽകുന്നതിനായി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജൻസിയെയും ക്ഷണിക്കുന്നു. The light now burns perpetually to enlighten individuals with the knowledge of God. It acts as a guide, keeping us through from stumbling in the dark. Let's surround ourselves with love, protect our heart with peace, lift our thoughts towards light. With this beautiful quote, we invite our chief guest, Mr. Joby Matthew, guest of honor, Father Jason Ambadan,
School Manager Sister Sandhya, PTA Vice President Mrs. Divya, School Headmistress Sister Jancy to light the lamp. Extremely thrilled to have with us our chief guest, Mr. Joby Matthew, international sportsperson and world champion, who has traveled extra mile. His extraordinary personality does not need any introduction at all. A noble man with a character of hard work. May I invite Mr. Joby Matthew to deliver an inaugural address. അധ്യാപക ശ്രേഷ്ഠരെ, അനധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ സ്കൂളിൻ്റെയും ഈ മഹാരാജ്യത്തിൻ്റെയും അഭിമാനങ്ങളായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എളിയവനായിട്ടുള്ള എൻ്റെ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സെന്റ് മേരീസ് സ്കൂളിൻ്റെ 28ാമത് വാർഷികത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ജെൻസി സിസ്റ്റർ എന്നെ ഈ സ്കൂളിലേക്ക് പലതവണ വാർഷികത്തിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നുവെങ്കിലും ഞാനൊരു കായിക താരമായതുകൊണ്ട് പലപ്പോഴും സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ പോയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ സ്കൂളിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിന് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് നല്ലൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും നല്ല പ്രചോദനാത്മകമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് ഇവിടെ വാർഷിക ദിനത്തിലും മറ്റു പ്രോഗ്രാമുകളിലും സംഘടിപ്പിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട ജെൻസി സിസ്റ്ററും സുപ്പീരിയേഴ്സും ഒക്കെ കുറെ നാളുകളായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഞാനിന്ന് ഈ വാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെളുപ്പിന് 2:15 തൊട്ട് ആ കിടക്കുന്ന ജീപ്പ് ഇങ്ങോട്ടേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 മണിക്കൂറോളം ഓടിച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കായിരുന്നു, രാത്രി ഉറങ്ങിയിട്ടില്ല. പക്ഷെ എനിക്കിവിടെ വരാനായിട്ട് പ്രത്യേക സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മാനേജ്മെന്റിനോടും ഇവിടുത്തെ മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനങ്ങളായിട്ടുള്ള ഈ കുഞ്ഞു മിടുക്കരോടും ഒക്കെ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഉട്ടോപ്യൻ ചിന്താഗതിയും ഞാൻ ഇന്ന് ഈ ഉദ്ഘാടന വേളയിൽ നിങ്ങളോട് ഷെയർ ചെയ്യില്ല. പക്ഷേ നിങ്ങൾ എന്നെ നോക്കുക, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ കൈകുത്തി ചാടിയാണ്.
ഇങ്ങനെ കൈകുത്തി ചാടി വേണം എനിക്ക് നടക്കാനായിട്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം അനുഗ്രഹീതരാണ്, ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് എന്നുള്ളത് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സ്കൂളിലേക്ക്, ഈ ചടങ്ങിലേക്ക് എന്നെ പോലെ കൈകുത്തി ചാടിയാണ് വരുന്നത് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം എന്ന് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നെ പോലെ ഇത്രയും സന്തോഷവാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കൈകുത്തി ചാടി ഇവിടെ വന്നിരിക്കുന്ന അവസരത്തില് നിങ്ങളുടെ മുഖത്ത് ഇത്രയും സന്തോഷം ഒരു പക്ഷെ ഉണ്ടായെന്ന് വരില്ല. അപ്പോ നിങ്ങൾ എന്നെക്കാളും എന്തുമാത്രം ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ എന്തുമാത്രം അനുഗ്രഹിച്ചാണ് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം. ശാരീരികമായിട്ടുള്ള പരിമിതികൾ വളരെയധികമുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ വെച്ച് നമ്മളുടെ ജീവിതം ഒന്ന് താരതമ്യം ചെയ്യാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങളും ഒരു നിമിഷത്തിൽ തന്നെ അലിഞ്ഞ് ഇല്ലാതാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? നമ്മൾക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. മറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇല്ലായ്മകളിലേക്കും വല്ലായ്മകളിലേക്കും വിഷമങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കുമാണ് നമ്മളുടെ ചിന്തയെ നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കുകയാണ്, മറ്റുള്ളവരുടെ ജീവിതങ്ങളെ വിജയിപ്പിക്കാൻ സാധിക്കുകയാണ്. ഞാൻ ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ്. നട്ടെല്ല് വളയ്ക്കാതെ തല ഉയർത്തി മാത്രം നിൽക്കുന്ന ഒരു എളിയ ഇന്ത്യൻ കായിക താരമാണ് ഞാൻ. ജീവിക്കുന്നത് എന്റെ അവസാന ശ്വാസം വരെ എന്റെ രാജ്യത്തിന്റെ ആത്മാഭിമാനം, നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. എന്നെ എന്റെ അധ്യാപക ശ്രേഷ്ഠര് പഠിപ്പിച്ചത് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. മാതാവിനെയും പിതാവിനെയും അതിഥിയെയും ആചാര്യനെയും ദൈവതുല്യരായിട്ട് കണ്ട് ആചരിച്ച് റെസ്പെക്ട് ചെയ്തു പോരുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ സംസ്കൃതിയുടെ സന്തതികളാണ് നമ്മൾ ഓരോരുത്തരും. ആ രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടതും എൻഹാൻസ് ചെയ്യേണ്ടതും നമ്മളുടെ കടമയാണ്. ഏത് കോൺടെസ്റ്റിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും, അത് ഹൈന്ദവ കോൺടെസ്റ്റിലാണെങ്കിലും ഇസ്ലാമിക് കോൺടെസ്റ്റിലാണെങ്കിലും ക്രിസ്ത്യൻ കോൺടെസ്റ്റിലാണെങ്കിലും, ഭാരത ജനതയായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം സുഖവും സന്തോഷവും പ്രദാനം ചെയ്യണമേ എന്നല്ല, മറിച്ച് ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യണമേ ഈശ്വര എന്ന് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള കോൺടെസ്റ്റുകളിൽ നിന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ആ വിശാലമായിട്ടുള്ള പ്രാർത്ഥന നമ്മളുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്കാം, മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നമുക്ക് വിജയിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ജനിച്ചത് പാലായിക്കടുത്ത് കോട്ടയം ജില്ലയില് അടുക്കം എന്ന് പറയുന്ന നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിലാണ്. അടുക്കം എന്ന് പറയുന്ന ഗ്രാമത്തെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സ്ഥലപ്പേര് കേൾക്കുക. ആ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. പിന്നെ ഞാൻ ജനിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്ന് പാലാപ്പള്ളി പെരുന്നാളായിരുന്നു. അല്ലെങ്കിലും പെരുന്നാളുകൾ വരിക, തിരുനാളുകൾ വരിക, ഉത്സവങ്ങൾ വരിക എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സ്വന്തം ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന നല്ല നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളില് നമ്മുടെ കുടുംബത്തിൽ ഒരു ഉണ്ണി പിറക്കുകയാണെങ്കിൽ ആ സന്തോഷം ഇരട്ടിയാണ്. അങ്ങനെയാണ് സാധാരണഗതി. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. പാലാപ്പള്ളി പെരുന്നാളിന്റെ എല്ലാ സന്തോഷവും വളഞ്ഞു പൊളിച്ചുകൊണ്ടാണ് 1976 ഡിസംബർ 8-ാം തീയതി ഞാൻ പാലായിൽ ജനിച്ചത്. എന്റെ മാതാപിതാക്കളുടെ ആദ്യത്തെ കുഞ്ഞാണ്. ഒരു കുഞ്ഞെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആദ്യത്തെ കുട്ടിയാവുമ്പോൾ അതിന്റെ മധുരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ഞാൻ ജനിച്ച് എന്നെ എടുത്തിട്ട് സിസ്റ്റേഴ്സ് എന്റെ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് വാക്കുകൾക്ക് വേണ്ടിയിട്ട് വിഷമിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്.
എന്നെ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ വാ വിട്ട് നിലവിളിക്കുകയായിരുന്നു ചെയ്തത്. ആ ഹോസ്പിറ്റലിൽ മുഴുവൻ നടക്കുന്ന അത്രയും ഉച്ചത്തിന് വാ വിട്ട് നിലവിളിക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മാതാപിതാക്കളായിട്ടുള്ള നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായപ്പോ ഏതെങ്കിലും തരത്തിലൊരു ശാരീരികമായിട്ട് വൈകല്യം കുറവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുവാനായിരുന്നു. ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2 കാലുകളും ഇല്ലാതെ ഞാൻ ജനിച്ചപ്പോൾ എന്റെ അമ്മ വളരെ ഉച്ചത്തില് വാവിട്ട് നിലവിളിച്ചതിന് കാരണം അത് മറ്റൊന്നുമല്ല, ആ മാതൃസഹജമായിട്ടുള്ള വിഷമം കൊണ്ടാണ്. നിങ്ങൾ ഓർക്കുക, ഇതേപോലെ ശാരീരികമായിട്ട് പരിമിതിയുള്ള ഒത്തിരി കുഞ്ഞുങ്ങള് അവരുടെ മാതാപിതാക്കളും നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അവരെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒത്തിരി ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് പറയും. എന്നെയും എടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന്, വഴിയില്ലാത്ത സ്ഥലത്ത് കൂടി നടന്ന് വേണം അടുക്കം ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ട്. അങ്ങനെ എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവനവന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്റെ അമ്മ എന്നെയും എടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് ഏറ്റവും അടുത്തുള്ള ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചെന്നിട്ട് ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എന്റെ മോനെ ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർക്കണം. അതായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. ആ മാനേജ്മെന്റ് മുഴുവൻ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സിവിയർ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞാണ്, ഒത്തിരി വൈകല്യമുള്ള കുട്ടിയാണ്, ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അറിയുന്നവരുടെയും ബന്ധുക്കൾ ജനങ്ങളായിട്ട് പഠിപ്പിക്കുന്നവരുടെയും ഒക്കെ കയ്യെ കാലെ പിടിച്ച് എന്റെ അമ്മ അവരോട് ചോദിച്ചു, എങ്ങനെയെങ്കിലും എന്റെ മോനെ ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർക്കണം. പക്ഷെ അവരെല്ലാം വീണ്ടും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ എടുക്കാൻ പറ്റുമല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, എന്നോട് എന്റെ അമ്മ പറഞ്ഞത്, ആ സ്കൂൾ പിന്നീട് ഒരിക്കലും ഞാൻ ആ സ്കൂളിൽ പഠിച്ചില്ല. ആ സ്കൂൾ മുറ്റത്ത് നിന്ന് എന്നെയും എടുത്തു പിടിച്ചുകൊണ്ട്, എന്റെ അനുജത്തെയും കൈക്ക് പിടിച്ചു നിന്നുകൊണ്ട് ആ സ്കൂൾ മുറ്റത്ത് നിന്ന് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരുപാട് കരഞ്ഞു എന്നാണ് എന്റെ അമ്മ എന്നോട് പറഞ്ഞത്. പിന്നീട് ഒരിക്കലും ഞാൻ ആ സ്കൂളിൽ പഠിച്ചില്ല, ശാരീരികമായിട്ടുള്ള പരിമിതി കാരണം. എന്നെ കുറിച്ച് 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും എന്നെ കുറിച്ച് ഒരു അധ്യായം പഠിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും നല്ല സംവിധായകൻ എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനോ ഫാസിലോ അല്ലെങ്കിൽ എണ്ണം പറഞ്ഞ മറ്റ് സിനിമാ സംവിധായകരോ ഒന്നും അല്ല. സാക്ഷാൽ ദൈവമാണ് ഏറ്റവും വലിയ സംവിധായകൻ എന്ന് പറയുന്നത്. നമുക്ക് കഴിവുകളും കുറവുകളും തന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെ നമ്മുടെ തന്നെ കഴിവുകളിലേക്ക് നോക്കിക്കേ. നമുക്ക് കഴിവുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്, അതോടൊപ്പം തന്നെ കുറവുകളുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്കും അത് തന്നെയുണ്ട്, അയൽപക്കത്തിരിക്കുന്ന ആൾക്കും അത് തന്നെയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള കുറവുകളും. നിങ്ങൾ ഓർക്കുക, ശാരീരികമായിട്ടുള്ള പരിമിതി ഒരിക്കലും ഒരു തടസ്സമല്ല ജീവിത വിജയത്തിന്. നിങ്ങൾ എന്തുമാത്രം അനുഗ്രഹീതരാണ് എന്ന് എന്നും നിങ്ങൾ ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. ഇതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നാളെ രാവിലെ നിങ്ങൾക്ക് കാഴ്ചശക്തി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, കണ്ണ് കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്തായിരിക്കും? ലോകം മുഴുവൻ ഇരുട്ടുപോകും, നമ്മുടെ വെളിച്ചം കെട്ടുപോകും, നമ്മളൊരു വല്ലാത്ത ട്രോമയിലാകും, ഇല്ലേ? ഒന്ന് മറിഞ്ഞു വീണാൽ മതി ഇതൊക്കെ സംഭവിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ചുറ്റും വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട്, എത്രയോ സഹോദരി സഹോദരന്മാരുണ്ട്. ഈ മനോഹരമായിട്ടുള്ള ലോകത്തെ ഒന്ന് കാണാൻ സാധിക്കുവല്ലാതെ, ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒന്നും ഒരിക്കൽ പോലും കാണാൻ സാധിക്കുവല്ലാതെ ജീവിക്കുന്നവര്. ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഒരു അന്താരാഷ്ട്ര കായിക താരമായിട്ടും ലോക ചാമ്പ്യനായിട്ടും നിൽക്കുന്നത്. അതിന് കാരണം ഒരാൾ കൂടിയുണ്ട്. അതെനിക്ക് മാതാപിതാക്കളോട് പറയാനായിട്ട് താല്പര്യമുണ്ട്. ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സംസാരമൊക്കെ കഴിയുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജോബി നിങ്ങളുടെ റോൾ മോഡൽ ആരാ എന്ന് ചോദിക്കും. അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ അവരോടൊക്കെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി പറയും, എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ എന്ന് ഞാൻ അവരോട് പറഞ്ഞു.
എന്താ കാര്യം എന്നറിയാമോ? 2 കാലുകൾ ഇല്ലാതിരുന്നിട്ടും എന്നെ എടുത്തുകൊണ്ട് പോകുമ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ: മോനെ, നിനക്ക് കാല് മാത്രമേ ഇല്ലാത്തുള്ളൂ, വേറെ ഒരു കുറവുകളുമില്ല. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തും നേടാൻ പറ്റുമെന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടാ എന്റെ അമ്മ എനിക്ക് റോൾ മോഡലായത്. ഇപ്പോഴും എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, സന്തോഷവതിയായിട്ട്, ആരോഗ്യവതിയായിട്ട്. 78 വയസ്സ് കഴിഞ്ഞു. അടുക്കം എന്ന് പറയുന്ന ഗ്രാമത്തില് സന്തോഷവതിയായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം, ഇന്ന് ഞാൻ സന്തോഷത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി ഒരു ലോക ചാമ്പ്യനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജോബി മാത്യു എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവോ അസാമാന്യ ശേഷിയോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. കാരണം അത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. വന്ന വഴികൾ മറക്കുന്ന ഒരാളല്ല ജോബി മാത്യു. വന്ന വഴികൾ എന്നും തെളിമയോടുകൂടി ഓർത്തു വെക്കുന്ന ഒരാളാ ജോബി മാത്യു. അതുകൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, എന്റെ പുഞ്ചിരിയുടെ പിൻബലം എന്ന് പറയുന്നത് 3 സ്ത്രീ രത്നങ്ങളാണ്, 3 സ്ത്രീകളാണ്. അതിലൊന്ന് എന്റെ അമ്മയാണ്, 2 എന്റെ അനുജത്തിയാണ്. എന്റെ അനുജത്തി M.Com CA ഒക്കെ പഠിച്ചു. അതിനുശേഷം സാമൂഹ്യ സേവനം ചെയ്യണമെന്നായിരുന്നു ചെറുപ്പം തൊട്ടേ ആഗ്രഹം. സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹമായിരുന്നു. ഞാൻ കുറെ നാൾ പോകണ്ട എന്ന് പറഞ്ഞു വിലക്കി. PG ഒക്കെ കഴിഞ്ഞിട്ടും പറഞ്ഞു എനിക്ക് സിസ്റ്റർ ആകണം, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു പരിധി കൂടുതൽ ഒരു വ്യക്തിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, ചേട്ടനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്റെ അനുജത്തി സിസ്റ്ററായി. സിസ്റ്റർ സ്മിത മരിയ ഇപ്പൊ പാലായിലെ SH ഗവൺമെന്റില് വളരെ സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു. മൂന്നാമത്തെ എന്റെ ജീവിതത്തെ സ്വാധീനിച്ച 3ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് എന്റെ ഭാര്യയാണ്, ഡോക്ടർ മേഘ. ഡാൻസില് PhD എടുത്ത് 6-ലധികം പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യാന്തര രംഗങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ, മത്സരിക്കുമ്പോൾ എന്റെ കുടുംബത്തിന്റെയും എന്റെ കുഞ്ഞുങ്ങളുടെയും കാര്യം വളരെ ഭദ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന എന്റെ സ്നേഹസമ്പന്നയായിട്ടുള്ള ഭാര്യ ഡോക്ടർ മേഘ. ഈ 3 സ്ത്രീകളുടെ സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, നന്മയുടെ പ്രതീകമായിട്ടാണ് പ്രിയപ്പെട്ടവര് ഞാൻ ഇന്ന് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ച എല്ലാവരോടും എനിക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ എല്ലാ പ്രഭാഷണങ്ങളും അവസാനിപ്പിക്കുന്നത് സിസ്റ്റർ മേരി മേരിക്കയുടെ ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ്. അതിങ്ങനെയാണ്, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാണ്: ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ബലപ്പെട, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം, സുഖം, യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനാന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമസ്തമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ഇത്രയും മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ കടന്നുപോയി. നാളെ നമ്മൾ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ ചരിത്രം പഠിച്ചിട്ട് കടന്നു പോകാതെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട്, ചരിത്രം സൃഷ്ടിച്ചിട്ട്, ചരിത്ര താളുകളിൽ നമ്മുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഇട്ടിട്ട് മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകാവുള്ളൂ എന്ന് മാത്രം പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ 28ാമത് വാർഷികത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയങ്ങളും ഈ പുതുവർഷത്തില് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒത്തിരി നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ 28ാമത് സെന്റ് മേരീസ് സ്കൂളിന്റെ വാർഷികം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നന്മയുടെ പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. On behalf of everyone here, I extend our deepest gratitude to you, dear sir, for honoring us with your presence and sharing with us such heart-provoking words. It is with immense gratitude and gladness that I present the annual report 2024-25. It is the changes that we all go through our lives that constantly improves us, and with Maya Angelis words portraying this thought in the most dazzling way possible. I would like to wish you all a very pleasant evening. On behalf of the management, staff, students and PTA of St. Mary's Convent School, I cordially welcome our Chief Guest, Mr. Joby Matthew, Guest of Honor, Reverend Father
Dr. Jason Ambadan, Panchayat President Mrs. Sena, Ward Member Mrs. B. Pathu. I also welcome the other invited dignitaries, Reverend Fathers, Sisters, loving parents, respected teachers, non-teaching staff, well-wishers, and my dear students, to this occasion, that is our school's 28th annual function. We believe that every individual has a lot of potential, and that potential can help accomplish wonders. We believe that the future of the world starts here. The session of 2024-25 was a great year, and I consider it a moment of pride to showcase to you all the achievements and developments that the school, staff and students undertook. Excellence in academics is the hallmark of a good institution, and details of this year is shown on the slide. May I invite Reverend Father Dr. Jason Ambadan to felicitate the gathering. സ്കൂളിൻ്റെ 28ാമത്തെ വാർഷിക ദിനത്തിൽ ഇവിടെ വരുവാനും നിങ്ങളോടൊത്ത് സമയം ചെലവഴിക്കുവാനും സാധിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. 28ാമത്തെ വാർഷിക ദിനത്തിൽ 29 ഇൻ്റർനാഷണൽ മെഡൽ മേടിച്ച് നമ്മളോട് കൂടിയായിരിക്കുന്ന ജോബി സാറിൻ്റെ അടുത്തിരിക്കുവാനും ഒത്തിരി സന്തോഷമുണ്ട്. 29 ഇൻ്റർനാഷണൽ മെഡലുകൾ ഉള്ള വ്യക്തിക്ക് 670-ൽ പരം നാഷണൽ മെഡലും അതിൽ പരം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അതുതന്നെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു പാഠപുസ്തകമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എഡ്യൂക്കാരെ എന്ന ലാറ്റിൻ വാക്കിൻ്റെ വിവർത്തനമായിട്ടാണ് സാധാരണ എല്ലാവരും അത് മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ഒരാൾ നൽകുന്നു, വേറൊരാൾ സ്വീകരിക്കുന്നു. നൽകുവാനും സ്വീകരിക്കുവാനും രണ്ട് വ്യക്തികൾ, രണ്ട് ശക്തികൾ നിലനിൽക്കുമ്പോൾ മാത്രമേ എഡ്യൂക്കേഷൻ സ്ഥാപിതമാകുന്നുള്ളൂ. പണ്ട് ഇതിനെ നാം ഗുരുകുലം എന്ന് പറയുമായിരുന്നു. ഗുരു ശിഷ്യ അഭേദ്യ ബന്ധം. ഗുരുവിന് അറിയാവുന്നത് ശിഷ്യൻ പഠിക്കുന്നു. അപ്പോൾ നല്ല ഗുരുക്കളെ തേടി പല വ്യക്തികളും അന്വേഷിച്ച് പോകുമായിരുന്നു. ഒരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നു. അറിവ് കൂടുതലുള്ളിടത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയും കൂടും, അതിൻ്റെ സ്പീഡും കൂടും. അതുകൊണ്ട് തന്നെ ഇത് നൽകുവാനും സ്വീകരിക്കുവാനുമായിട്ടുള്ള രണ്ട് മനസ്സുകളുമാണ്. സെൻറ് മേരീസ് സ്കൂളിൽ കഴിഞ്ഞ 7-8 മാസമായിട്ട് ഞാൻ കണ്ടുവരുന്നതിൽ വെച്ച് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനും ഇവിടെ പുതുതായി വന്നിരിക്കുന്ന സുപ്പീരിയറും ഒരുപാട് ത്യാഗം സഹിച്ച് കുറേ പ്രൊജക്റ്റുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രൗണ്ട് ശരിയാക്കി, പ്ലേ ഗ്രൗണ്ട് ശരിയാക്കി, ബിൽഡിംഗ് കൂടെ റിനോവേറ്റ് ചെയ്തു, പെയിൻ്റ് അടിച്ചു. അങ്ങനെ ടോയ്ലറ്റ് സെക്ഷൻ എല്ലാം വളരെ വൃത്തിയാക്കി, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, ഓഡിറ്റോറിയം പോലെ ഒരു ഹാള്, പിള്ളേർക്ക് പഠിക്കുവാനുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം വളരെ ചെറിയ ഫീസ് മാത്രം കളക്ട് ചെയ്യുന്ന ഈ സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. Mrs. Divya, our PTA Vice President, to share her thoughts. 28 വർഷമായി വിദ്യാഭ്യാസത്തിന് വേണ്ടി വളർച്ചയുടെ ഓരോ പദവും താണ്ടി വരുന്ന നമ്മുടെ ഈ സ്ഥാപനം നമ്മുടെ എല്ലാവരുടെയും സഹകരണം, നമ്മുടെ ടീച്ചേഴ്സിന്റെ പ്രവർത്തന യോഗം കൊണ്ട് മാത്രമാണ് ഇന്ന് ഏറ്റവും ഉജ്ജ്വലമായിട്ട് നിൽക്കുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ടും നമ്മുടെ ഓരോരുത്തരുടെ സഹകരണത്തിലൂടെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനും അഹോരാത്രം പ്രയത്നിക്കുന്ന
അധ്യാപകരും മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥരും എല്ലാവരെയും ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. ഈ യോഗത്തിൻ്റെതായ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കെ അകാലത്തിൽ മരണമടഞ്ഞ ഡെല്ല ടീച്ചറിന്റെ ഓർമ്മയ്ക്കായി ടീച്ചറിന്റെ ഫാമിലി കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന്റെ വിതരണമാണ് അടുത്തതായിട്ട് നടക്കുന്നത്. Chief guest, Mr. Joby Matthew, Father Jason Ambaran CN, Mrs. Sina, Mrs. Deepathu, Sister Sandhya, and Mrs. Divya. Invited dignitaries, teachers, parents, and my dear students. Good evening to all. I deem it was a great honor and privilege to thank you all on this auspicious occasion. On behalf of the management and the entire fraternity of the institutions, first of all, I thank God Almighty for blessing and providing opportunities in plenty. I must mention my deepest sense of appreciation and thanks to our chief guest, Mr. Joby Matthew, international sports person and world champion, for inspiring and motivating our students with your presence and your inspiring words. Thank you, dear sir. I would like to express my sincere thanks to Reverend Father Dr. Jason Ambaran CN, guest of honor, for your valuable presence. I thank Sister Sandhya, our manager, for her support and cooperation at all times. Thank you, dear Sister Jamesy, our headmistress, who has been working behind the scene. Thank you, dear sister, for your encouragement, which helped us to make this event a wonderful and successful. I thank Mrs. Sina, our Panchayat President, for her words and presence. Special thanks to our ward member, Mrs. Deepathu, for your valuable presence. I register my thanks to Mrs. Divya, our PTA Vice President, for her service to the school. I do extend my thanks to all our guests from neighboring communities, fathers, sisters, and well-wishers. Thank you for blessing us with your valuable presence. I also convey my thanks to our staff members and supporting staff for their generous cooperation in the organization of this event. I would like to thank the parents of our students present here. Because of your encouragement, we are able to pull off such an important event. I especially thank the people who have been the backbone of this function. Once again, I thank each and every one of you present here.